ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് തന്നെ നമുക്ക് രാവിലെ പോകാം. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മുടെ ഷാനവാസ് ഷാനുവിനെതിരെ നടത്തുന്ന ഗൂഢാലോചനകളൊക്കെയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. വേറെ ആരുമല്ല, നമ്മുടെ പുതിയ സീസണിലെ രായാവാകാൻ ശ്രമിക്കുന്ന അപ്പാനി ശരത്തും ഗ്യാങ്ങിന്റെയും കുറച്ച് പദ്ധതികളും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം ഷാനവാസ് ഷാനു എന്ന് പറയുമ്പം പുള്ളി അത്യാവശ്യം ആ ഒരു സീരിയൽ ഫെയിമിന്റെയും അല്ലെങ്കിൽ കുടുംബ പ്രേക്ഷകരുടെയും ഒരു കരുത്തിൽ വന്നു നിന്ന് കളിക്കാം, അല്ലെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്യും എന്ന രീതിയിലൊക്കെയാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിൽക്കുന്നത്. അതിനിടയിൽ പുള്ളിയുടെ വായിൽ നിന്ന് അബദ്ധവശാൽ പല സ്റ്റേറ്റ്മെന്റുകളും പുറത്തേക്ക് വരുന്നുണ്ട്. അതൊക്കെ പുറത്ത് ട്രോളുകളായിട്ട് മാറുന്നുണ്ട്. പിന്നെ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകുക എന്നത് മാത്രമാണല്ലോ. എനിവേസ് അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതല്ല നമ്മുടെ കാര്യം. അപ്പം ഇന്നലെ നമ്മൾ ബിഗ് ബോസ് ഒരു പുതിയ ടാസ്കും കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ കണ്ടസ്റ്റൻസിന് ഒരു എട്ടിന്റെ പണി കൊടുത്തിട്ടുണ്ടായിരുന്നു. പുകഞ്ഞ പുള്ളി പുറത്ത് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ടാസ്ക് കൊടുത്ത് 4 പേരെ നമ്മുടെ ബിഗ് ബോസ് ഹൗസിനുള്ള മറ്റു കണ്ടസ്റ്റൻസ് എല്ലാ കണ്ടസ്റ്റൻസും ചേർന്ന് തെരഞ്ഞെടുത്ത് ബിഗ് ബോസ് ഹൗസിന് പുറത്ത് അല്ലെങ്കിൽ ഇതിൽ നിൽക്കുന്നതിൽ യോജിപ്പില്ല എന്ന് പറഞ്ഞ 4 പേര്, അതായത് നമ്മുടെ ഷാനവാസ് ഷാനു, ശൈത്യ, അതുപോലെ തന്നെ ജിസേൽ, നമ്മുടെ ബിൻസി, ഇവരെ 4 പേരെയും തിരഞ്ഞെടുത്ത് പുറത്താക്കിയിരുന്നു. അപ്പം അവർക്ക് ഉറങ്ങാനോ ഉറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ആരെങ്കിലും എടുത്ത് ഈ കട്ടിലടക്കം അവരെ എടുത്ത് ബിഗ് ബോസ് പറഞ്ഞ ആ ഒരു സ്പോട്ട് വരെ എത്തിച്ചു കഴിഞ്ഞാൽ ഇവർ ബിഗ് ബോസ് ഹൗസിന് പുറത്തു പോകും. അപ്പം അത്യാവശ്യം എല്ലാവരും ഈ പറഞ്ഞതുപോലെ കുറച്ച് ഫണ്ണാക്കാനൊക്കെ എല്ലാവരും മാക്സിമം ഇവരെ ഉറക്കാതെയും മാക്സിമം മറ്റുള്ള കണ്ടസ്റ്റൻസും രാത്രി വെളുപ്പിനെ 3-3:30 വരെയൊക്കെ ഉറങ്ങാതെയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതിനകത്ത് നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മുടെ അപ്പാനിയും ഗ്യാങ് എന്ന് പറയുമ്പോൾ അപ്പാനി ശരത്ത്, അക്ബർ ഖാൻ, അതുപോലെ തന്നെ നമ്മുടെ അഭിശ്രീയും കൂടെ ഉണ്ട്, ആര്യൻ, ഇവരെല്ലാം പയ്യെ നൈസായിട്ട് ഇവരുടെ കൂടെ ചെറുതായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റു പല ലേഡി കണ്ടസ്റ്റൻസ് ഇവരോട് ഭയങ്കര രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. അപ്പം ഇവര് ചെറിയ രീതിയിൽ അവിടെ ഒരു ഗ്യാങ് സെറ്റപ്പ് ഉണ്ടാക്കാനും മറ്റു പലരെയും ഗ്യാങ് കൂടി ചേർന്ന് ആക്രമിക്കാനുമുള്ള പല പദ്ധതികളും പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു പദ്ധതിയുടെ ആഫ്റ്റർ എഫക്ട് തന്നെയാണ് ഷാനവാസിനെ പ്ലാൻ ചെയ്ത് പുള്ളി ഉറങ്ങിക്കോളും. പുള്ളിക്ക് ഉറക്കത്തിന്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈ അപ്പാനിയും ഷാനവാസും പുറത്തുനിന്ന് തന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതിന്റെ ഒരു വൈരാഗ്യവും കാര്യങ്ങളും ഉള്ളിൽ വന്നും അല്ലെന്നുണ്ടെങ്കിൽ ഈഗോയും എല്ലാ സംഭവങ്ങളും അകത്തു വന്നും കാണിക്കുന്നുണ്ട്. മാക്സിമം അപ്പാനി ശരത്ത് നമ്മുടെ ഷാനവാസിനെതിരെ നിൽക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലും അതുപോലെ തന്നെ ഇപ്പം അത്യാവശ്യം എതിർത്ത് എല്ലാ രീതിയിലും നിൽക്കുന്നുണ്ട്. അതെന്താണ് എങ്ങനെയാണ് പുറത്തെന്താണ് സംഭവം എന്നൊന്നും നമുക്കറിയത്തില്ല. എന്താണെങ്കിലും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അങ്ങനെയാണ് നിലവിൽ നടക്കുന്നത്. അതുപോലെ ഇന്നലെ നമ്മുടെ അക്ബർ ഖാൻ അതുപോലെ തന്നെ അപ്പാനി ശരത്തിനോട് വന്ന് അനുമോള് പറഞ്ഞ് ഒരു സ്റ്റേറ്റ്മെന്റ് എന്നും പറഞ്ഞ് നമ്മുടെ ഡോക്ടർമാർക്കെതിരെ കുറച്ച് സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും നമ്മുടെ ഷാനവാസ് നടത്തിയിരുന്നു. അനുമോള് പറഞ്ഞു എന്നും പറഞ്ഞ് ഇവരുടെ അടുത്ത് പറയുകയും ഇവരത് കണ്ടുപിടിക്കുകയും അനുമോൾ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നും ഷാനവാസ് വന്ന് നുണ പറഞ്ഞതാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് അതിനെതിരെ ഒരു ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളും അത് ഇന്നലെ രാത്രിയിൽ ഇവർ പുറത്തിറങ്ങി കിടന്ന സമയത്ത് ഷാനവാസ് സോറി പറയണം, ഡോക്ടർമാർക്കെതിരെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അക്ബർ ഖാൻ ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിന്റെയൊക്കെ പേരിലാണ് മൊത്തത്തിൽ ഇവർ ഈ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെയൊക്കെ പേരിൽ ഇവർ ഭയങ്കര എന്താ പറയുന്ന ശത്രുക്കളെ പോലെയൊക്കെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഷാനവാസ് ഉറങ്ങിക്കോളും, ഇറങ്ങിക്കഴിയുമ്പോൾ എടുത്ത് മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഷാനവാസിനെ പുറത്താക്കാമെന്ന് പ്രീ പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞപ്പോൾ ഇവർ പ്ലാൻ ചെയ്ത് ഇവരെ ഷാനവാസിനെ മാക്സിമം വോട്ടുകളിൽ എത്തിച്ച് പുറത്താക്കാനുള്ള രീതിയിൽ പുറത്ത് കിടത്തിയത് ഇന്നലെ. അപ്പം പക്ഷെ ഷാനവാസ് അതൊക്കെ സർവൈവ് ചെയ്തു, അത്യാവശ്യം കിടന്നുറങ്ങി. ബാക്കിയുള്ളവരും ഒക്കെ കൂടെ ഉണ്ടായിരുന്ന ബാക്കി 3 പേരും ഒക്കെ സപ്പോർട്ട് ചെയ്ത്, അതായത് നമ്മുടെ ജിസേൽ മാക്സിമം പ്രൊട്ടക്ട് ചെയ്ത് നിന്നു. അതുപോലെ തന്നെ ശൈത്യ, ബിൻസി ഇവരൊക്കെ കൂടെ നിന്നതുകൊണ്ടും ബാക്കി അവരെല്ലാവരും 4 പേരും കുറേശ്ശെ ഉറങ്ങി സപ്പോർട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സപ്പോർട്ട് ചെയ്ത് മാക്സിമം നിന്നു. അതുപോലെ ഷാനവാസും ഒരു പരിധി വരെയൊക്കെ സർവൈവ് ചെയ്തു എന്ന് തന്നെ നമുക്ക് പറയാം. ഇവർ മാക്സിമം ചൊറിയാൻ പറ്റുന്ന രീതിയിലൊക്കെ ഇപ്പൊ ചൊറിയുന്നുണ്ട്. ഇവരൊരു ഗ്യാങ് ആയിട്ട് കൂടി നിന്ന് ആക്രമിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അനുമോൾക്കെതിരെയും അതുപോലെ തന്നെ മറ്റു പല കണ്ടസ്റ്റൻസിനെതിരെയും അനുമോൾ അന്നേരം പ്രതികരിച്ചില്ല. അനുമോൾ ഇപ്പൊ പ്രതികരിച്ചില്ല, ഇപ്പം ഷാനവാസിന്റെ കൂടെ കൂട്ടുകൂടി നടക്കുന്നു എന്നൊക്കെ പറഞ്ഞു അനുമോൾക്കെതിരെയും അക്ബർ ഖാൻ ഭയങ്കര രീതിയിൽ ഷൗട്ട് ചെയ്യുന്നതും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇന്നലെ ലൈവിലും ഇന്നലെ മിഡ് നൈറ്റ് ലൈവിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഓക്കെ, അപ്പം ഇവര് മൊത്തത്തിലൊരു ഗ്യാങ് സെറ്റപ്പ് ആണ് നോക്കുന്നത് എന്ന് മനസ്സിലായി. അതുപോലെ തന്നെ ഷാനവാസിനെയാണ് എയിം ചെയ്യുന്നത് എന്ന് മനസ്സിലായി. എന്താണെങ്കിലും ഷാനവാസിന് ഇപ്പോൾ അതൊരു പോസിറ്റീവ് രീതിയിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. ചെറിയ റോങ് സ്റ്റേറ്റ്മെന്റുകളും അതുപോലെ തന്നെ ആ ജിസേലിന്റെ ഡ്രസ്സുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ചെറിയ ട്രോളുകളും ഒക്കെയാണ് പുറത്തുള്ളൂ. അതൊക്കെ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഷാനവാസിനെ സംബന്ധിച്ച് ഈ ഒരു സന്ദർഭത്തിൽ നല്ല രീതിയിൽ ഒരു ഗെയിം സ്ട്രാറ്റജി കൂടെ പ്ലാൻ ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു പ്രേക്ഷക സപ്പോർട്ട് കിട്ടും. കാരണം ഓഡിയൻസിന്റെ സൈഡിൽ നിന്നും ഒരു
പഴയ ആ ഒരു സീരിയൽ ഫെയിം എന്ന രീതിയിൽ നല്ലൊരു സപ്പോർട്ടുണ്ട്. അപ്പൊ മികച്ച രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാം. ഈ ഷാനവാസിനെ കണ്ടു കഴിയുമ്പോൾ പഴയ സീസൺ 4-ലെ റോൺസനെയാണ് ഓർമ്മ വരുന്നത്. റോൺസന്റെ ഒരു സ്മോൾ സൈസ് എന്ന് തന്നെ നമുക്ക് പറയാം. ഏകദേശം അതേ സൗണ്ടും ഏകദേശം അതേ രീതിയിലുള്ള ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും ഒക്കെ അത്രയ്ക്കും വലുതില്ലെങ്കിൽ പോലും മൊത്തത്തിൽ. എനിവേസ് ഇതൊക്കെയാണ് ലൈവിൽ നടക്കുന്നത്. ഇന്നലെ മിഡ് നൈറ്റിൽ രാവിലെയും ഇതൊക്കെ തന്നെയാണ് ഇവരുടെ ആ ഒരു ടാസ്കുമായി ബന്ധപ്പെട്ട് ഇവർ പുറത്ത് തന്നെ ഒരു കട്ടിലാണ് ഇവർ മാറി മാറി കിടക്കുന്നു. മറ്റുള്ളവർ പ്ലാൻ ചെയ്യുന്ന ഇവരെ എങ്ങനെയെങ്കിലും ഒക്കെ പുറത്താക്കണം, ഒരാളെ പുറത്താക്കണം. ആദ്യ ദിവസം ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും രണ്ടാമത്തെ ദിവസം ഉറക്കക്ഷീണവും കാര്യങ്ങളും ഒക്കെ കാണും. എങ്ങനെയും ഒരാളെ പുറത്താക്കാൻ നോക്കണം. അവർ ശ്രമിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ 4 പേര് പുറത്തായി നിൽക്കുന്ന 4 പേര് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരാളെ പുറത്താക്കാൻ ശ്രമിക്കും. ബട്ട് അവരൊരു ഗ്രൂപ്പായി, അതുകൊണ്ട് നമ്മൾ എങ്ങനെയെങ്കിലും പുറത്താക്കണമെന്നൊക്കെ പറഞ്ഞ് ഇവർ ഭയങ്കര പ്ലാനിങ്ങുകളൊക്കെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ നടക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താകും. ആരെങ്കിലും ഈ ഒരു സീസണിൽ ആദ്യ ആഴ്ചയിൽ തന്നെ പുറത്താകുമോ, ഈ ഒരു ടാസ്കിൽ പുറത്താകപ്പെടുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.